എല്ലാവർക്കും ലക്ഷ്യയിലേക്ക് സ്വാഗതം. LGSന് വേണ്ടിയുള്ള PQ പർവം സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇക്കണോമിക്സ് പാഠഭാഗമാണ്. അപ്പോൾ ഇക്കണോമിക്സ് പാഠഭാഗത്ത് നിന്നുള്ള ആസൂത്രണ കമ്മീഷനും നീതി ആയോഗം എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ലക്ഷ്യയുടെ ആപ്പിൽ LGS പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സാണ് LGS ജ്വാല. അപ്പോൾ അതെടുത്തിട്ടില്ലാത്ത കുട്ടികൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്ത് പഠിക്കുക. ഇന്ന് നമ്മളിപ്പോൾ എക്കണോമിക്സ് പാഠഭാഗത്ത് നിന്ന്, അതായത് പ്രധാനമായിട്ട് വരുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗത്ത് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്ന ഏരിയയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുന്നേ നടന്ന ഒരു LGS ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യവും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് നമ്മൾ ഈ ഭാഗം ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഈ അടുത്ത് നടന്ന ഒരു LGS പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നോക്കുക, 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തത്, പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. ശരിയേത് തെറ്റേത് എന്നുള്ളതാണ് ചോദ്യം. ഇത് കൊടുത്തേക്കുന്നത് ശരിയായത് എന്ന് കണ്ടുപിടിക്കാനാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ബി 1, 2, 3, 4 4ഉം ശരിയാണ്. അപ്പൊ ഈ ചോദ്യവും ഇതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗത്തിലാണ് ഈ ഒരു ഏരിയ വരുന്നത്. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. നോക്കിയേ, എന്താണ് ആസൂത്രണം എന്ന് പറയുന്നത്? പ്ലാനിങ്, ആസൂത്രണം. ഇംഗ്ലീഷിൽ എപ്പോഴും കേട്ടതാണ് പ്ലാൻ ചെയ്യുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്ലാൻ ചെയ്യുക. ടൂർ പോകാൻ പ്ലാൻ ചെയ്യുക, പഠിക്കാൻ പ്ലാൻ ചെയ്യുക. പ്ലാനിങ്, ആസൂത്രണം. എന്താണ് ആസൂത്രണം? നോക്കിയേ, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ടും SCERT 8ാം ക്ലാസ്സിലെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. ആ പാഠഭാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നോക്കിയേ, എന്താണ് സാമ്പത്തിക ആസൂത്രണം? ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിലുള്ള വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നടത്തുന്ന മുന്നൊരുക്കമാണ് എന്ത്? ആസൂത്രണം എന്നറിയപ്പെടുന്നത്. നോക്കി, സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണം പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മുടെ രാജ്യം സാമ്പത്തികപരമായിട്ട് ഉയരണം. ആ സാമ്പത്തികപരമായിട്ട് ഉയരാൻ വേണ്ടി ഈ പ്ലാനിങ്, ആസൂത്രണം വലിയൊരു സഹായമാണ് ചെയ്യുന്നത്. ആസൂത്രണത്തിലൂടെ പ്ലാൻ ചെയ്ത് വേണം നമ്മൾ വികസന പ്രവർത്തനങ്ങൾ കൈവരിക്കാനായിട്ട്. പിടികിട്ടു, അത്രേ ഉള്ളൂ. എന്ത് കാര്യം ചെയ്താലും പ്ലാനിങ്, നല്ലപോലെ പ്ലാൻ ചെയ്ത് നല്ലപോലെ ആസൂത്രണം ചെയ്താൽ മാത്രമേ അത് ടോപ്പിലെത്തത്തുള്ളൂ, സക്സസ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സാമ്പത്തിക വളർച്ച കൈവരിക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യണം. ആ ആസൂത്രണത്തിലൂടെ മാത്രമേ നമുക്ക് സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, ത്വരിതപ്പെടുത്താൻ പറ്റൂ, ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റൂ. പിടികിട്ടെ, പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് ആരാണ്? M വിശ്വേശ്വരയ്യാണ്. ഇതെപ്പോഴും ചോദിച്ച ക്വസ്റ്റ്യൻ, പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ. ഈ പുസ്തകമാണ് ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത്. അതായത് ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ ഒരു ഐഡിയ കൊടുക്കുന്നത് ഈ പുസ്തകത്തിലൂടെ M വിശ്വേശ്വരയ്യാണ്. അപ്പൊ M വിശ്വേശ്വരയ്യാണ് ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ ഒരു ഐഡിയ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് M വിശ്വേശ്വരയ്യെ വിളിക്കുന്നത്. നോക്കിയേ, ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ M വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആസൂത്രണത്തിന് വേണ്ടിയുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ, ഒരു ഐഡിയ ഒക്കെ കൊടുക്കുന്ന വ്യക്തി M വിശ്വേശ്വരയ്യാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് പുസ്തകമായ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ ഐഡിയ ഒക്കെ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യാണ്. എന്നാൽ മറ്റൊരു ചോദ്യമുണ്ട്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. PC മെഹ്ലനോബിസ്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഐഡിയ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് M വിശ്വേശ്വരയ്യാണെങ്കിലും ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് ഈ PC മെഹ്ലനോബിസ്. അപ്പോൾ M വിശ്വേശ്വരയ്യയാണ് ആസൂത്രണത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ, ഒരു ഐഡിയ ഒക്കെ കൊടുത്തെങ്കിലും ആസൂത്രണം എന്ന ആശയം ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തത് PC മെഹ്ലനോബിസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ആസൂത്രണം, പ്ലാനിംഗ് എന്ന ആശയം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുത്തത്, വികസിപ്പിച്ചെടുക്കാൻ കാരണക്കാരനായ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് PC മെഹ്ലനോബിസ്. അതുകൊണ്ടാണ് പ്ലാനിങ്ങിന്റെ ശില്പി, മാറിപ്പോകരുത്, ശില്പി എന്ന് ആരറിയപ്പെടുന്നു? PC മെഹ്ലനോബിസ്. അപ്പോൾ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്? M വിശ്വേശ്വരയ്യ. ആസൂത്രണത്തിന്റെ ശില്പി എന്ന് ചോദിച്ചാൽ ആരാണ്? PC മെഹ്ലനോബിസ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, രണ്ടും ചോദിച്ചിട്ടുണ്ട്, മാറിപ്പോവരുത്. പിതാവ് M വിശ്വേശ്വരയ്യ. കാരണം അദ്ദേഹമാണ് ഒരു ഐഡിയ കൊടുക്കുന്നത്, ഒരു നിർദ്ദേശം കൊടുക്കുന്നത്.
അദ്ദേഹത്തിന്റെ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ. എന്നാൽ പിന്നീട് ഈ ആസൂത്രണം എന്ന ആശയം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്, വികസിപ്പിച്ചെടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് PC മെഹലനോബിസ്. അതിങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പിന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് അതിന്റെ ശില്പി എന്ന് ആരെ വിളിക്കുന്നത്? PC മെഹലനോബിസിനെ വിളിക്കുന്നത്. മാറിപ്പോയത് ശില്പി PC മെഹലനോബിസ്, പിതാവ് M വിശ്വേശ്വരയ്യ. ഓക്കെ ആണേ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ആസൂത്രണത്തിന്റെ നാൾ വഴിയാണ്. എങ്ങനെയാണ് ആസൂത്രണം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നത്, അതാണ് പഠിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിൽ ആസൂത്രണത്തെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. 1931 INC സമ്മേളനം, കറാച്ചിയിൽ വെച്ചിരുന്ന INC സമ്മേളനത്തിൽ ഈ ദാദാഭായ് നവറോജിയുടെ ഒരു സിദ്ധാന്തമുണ്ട്, ചോർച്ചാ സിദ്ധാന്തം. ആ സിദ്ധാന്തമൊക്കെ ചർച്ച ചെയ്യുകയും ഇന്ത്യയിലുണ്ടായ വികസനത്തിന്റെ മുരടിപ്പും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണവും ഒക്കെ ചർച്ച ചെയ്യുകയും അതെങ്ങനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസും ചർച്ചകളൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. അതിന്റെ ഫലമായിട്ട് വർഷങ്ങളോളം നടന്ന മീറ്റിംഗിന്റെ ഫലമായിട്ട് 1938 ശ്രദ്ധിക്കണേ, 1938 ഒരു ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ, ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചു. അതിന് അധ്യക്ഷൻ ആരായിരുന്നു ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അത് രൂപീകരിക്കുന്ന സമയത്ത് INCയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. നോക്കിയേ, 1931 INCയുടെ കറാച്ചി സമ്മേളനത്തിൽ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഇന്ത്യയുടെ വികസന മുരടിപ്പും ബ്രിട്ടീഷ് ചൂഷണവും എങ്ങനെ തരണം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നു. അപ്പോൾ 1931 INC സമ്മേളനം കറാച്ചിയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു ഡിസ്കഷൻ വന്നത്. ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സാധനങ്ങളും കാര്യങ്ങളും മാത്രമല്ല ചോർത്തിക്കൊണ്ടു പോകുന്നത്, ഇന്ത്യക്കാരുടെ ബുദ്ധിയൊക്കെ ചോർത്തിക്കൊണ്ട് പോവുകയാണ് എന്നൊക്കെ ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ദാദാഭായ് നവറോജിയുടെ ഈ സിദ്ധാന്തമൊക്കെ അവർ ചർച്ച ചെയ്യുകയും എങ്ങനെയാണ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ എങ്ങനെ ചൂഷണം ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ എന്തൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു, എന്തൊക്കെ ചോർത്തിക്കൊണ്ടു പോകുന്നു, അതുപോലെ തന്നെ ഇന്ത്യയുടെ വികസന മുരടിപ്പ്, ഇതൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ഇതൊക്കെ എങ്ങനെ മറികടക്കാം, ഓവർകം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ചർച്ചകളിൽ വന്നു. അതിന്റെ ഫലമായിട്ട് ഒരുപാട് നാളത്തെ ചർച്ചകൾക്കും ഡിസ്കഷൻസിനും ഒക്കെ ഒടുവിലാണ് 1938 എത്തിയപ്പോൾ ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കാം എന്ന രീതിയിലേക്ക് എത്തുന്നത്. ഈ വികസന മുരടിപ്പും ബ്രിട്ടീഷുകാരുടെ ചൂഷണമൊക്കെ തരണം ചെയ്ത് നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കൈവരിക്കാൻ വേണ്ടി ഒരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കാമെന്ന് 1938 തീരുമാനിക്കുന്നു. അങ്ങനെ 1938 രൂപീകരിച്ച ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ, ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ആ സമയത്ത് INCയുടെ അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. മാറിപ്പോകരുത്. നമുക്ക് ആസൂത്രണത്തിന്റെ നാൾ വഴി SCERT പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് വഴി നോക്കാം. ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റൂ. നമുക്കൊരു ഫ്ലോ ചാർട്ട് വഴി, ഇത് SCERT പാഠഭാഗത്ത് നൽകിയിരിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പൊ ഫ്ലോ ചാർട്ട് വഴി നോക്കാം. ഇതിൽ 1938 ആദ്യമായിട്ടൊരു ദേശീയ ആസൂത്രണ സമിതി രൂപീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഈ ദേശീയ ആസൂത്രണ സമിതിക്ക് മുന്നേ തന്നെ വിശ്വേശ്വരയ്യയുടെ പുസ്തകമുണ്ട്, പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ. SCERTയുടെ ഫ്ലോ ചാർട്ടിൽ ആദ്യം 1938 കൊടുത്തേക്കുന്നത്, ഓർത്തോളുക. എങ്കിലും 38 മുന്നേ തന്നെ വിശ്വേശ്വരയ്യയുടെ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകമുണ്ട്. അപ്പൊ അതിനുശേഷം 38 ദേശീയ ആസൂത്രണ സമിതി വരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ 44 ബോംബെ പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. 8 വ്യവസായികൾ ചേർന്ന് ഒരു വ്യാവസായിക പ്ലാനാണ്. 8 വ്യവസായികൾ ചേർന്നുകൊണ്ട് ഇന്ത്യക്ക് ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. വ്യാവസായിക പ്ലാൻ ആണെങ്കിൽ നമ്മൾ നോക്കുക, വ്യാവസായിക പ്ലാൻ ആയാലും ശരി, എന്തായാലും ശരി, പ്ലാനിംഗ് ആണ്, ഒരു ആസൂത്രണമാണ്, ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതിനുശേഷം 45 ജനകീയ പ്ലാൻ എന്നൊരു പ്ലാൻ വരുന്നുണ്ട്. ജനകീയ പ്ലാൻ, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് MN റോയ് ആണ് ആ പ്ലാൻ ആവിഷ്കരിക്കുന്നത്. ജനകീയ പ്ലാൻ 45 വരുന്നത്. അതിനുശേഷം 48 സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയമാണ്. സ്വതന്ത്ര ഭാരതത്തിലെ 48, അപ്പം സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷമുള്ള ആദ്യത്തെ വ്യാവസായിക നയം 48 വരുന്നു. ഇതെല്ലാം ഉൾത്തിരിഞ്ഞാണ് അവസാനം 1950 ആസൂത്രണ കമ്മീഷനിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ ഒരുപാട് വേറെ പ്ലാനുകൾ കൊണ്ട്, ഗാന്ധിയൻ പ്ലാൻ ഉണ്ട്, സർവോദയ പ്ലാൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ SCERT പാഠഭാഗത്ത് ആസൂത്രണത്തിന്റെ നാൾ വഴി എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് SCERT പാഠഭാഗമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ 8ാം ക്ലാസ്സിലെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ പാഠഭാഗത്തിലെ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത്. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ. ഈ പ്ലാനിംഗ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആസൂത്രണം? അതിന്റെ ഒരു ബേസ് ഐഡിയ നമ്മൾ ആദ്യം പറഞ്ഞു, സാമ്പത്തിക വളർച്ച കൈവരിക്കണം, സാമ്പത്തികമായിട്ട് മുന്നേറണം, അതിനു വേണ്ടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ്. എങ്കിലും ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആസൂത്രണം കൊണ്ട് ലക്ഷ്യമിടുന്നത്? ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? നോക്കിയേ, തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇത് 4ുമാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്.
അപ്പം ഇന്ത്യയിൽ എന്തിനാണ് ഈ പ്ലാനിങ് ചെയ്യുന്നത്, ആസൂത്രണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആസൂത്രണം എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട 4 കാരണമാണ് ഏത്? തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്, ഇപ്പൊ നടക്കുന്ന പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട് ഈ സാധനം. എന്താണ് ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം വളർച്ച. നമുക്ക് തന്നെ അറിയാം എന്താണ് വളർച്ച. എല്ലാ മേഖലയിലും ഉൽപാദന വർധന ഉണ്ടാവണം. കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, കൃഷിയിൽ നിന്നും വ്യവസായത്തിൽ നിന്നും സേവന മേഖലയിൽ നിന്നും ഒക്കെ എല്ലാത്തിലും ഉൽപാദന വർധന ഉണ്ടാകണം. പ്രൊഡക്ഷൻ കൂടണം, ഉൽപാദനം വർദ്ധിക്കണം, എങ്കിൽ മാത്രമേ വളർച്ച ഉണ്ടാവത്തുള്ളൂ. നോക്കി, രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനമാണ് വളർച്ച. എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാവണം, ഉൽപാദനം കൂടണം. പ്രൊഡക്ഷൻ നടക്കുന്നെങ്കിൽ ഉൽപാദനം കൂടുക. സേവന മേഖലയിൽ വളർച്ച കൂടുക, കാർഷിക മേഖലയിൽ വളർച്ച കൂടുക, വ്യാവസായിക മേഖലയിൽ വളർച്ച കൂടുക. എല്ലാ മേഖലയിലും ഉൽപാദന വർധന ഉണ്ടായാൽ മാത്രമേ വളർച്ച ഉണ്ടാവത്തുള്ളൂ. ഉൽപാദനം കൂടണം, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം, കൂടുതൽ വിറ്റ് പോകണം, അപ്പോൾ കൂടുതൽ വരുമാനം കിട്ടും, വളർച്ച ഉണ്ടാവും. നോക്കിയേ, സമ്പദ്ഘടനയിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ, അതായത് കാർഷികം, വ്യാവസായികം, സേവനം മേഖലയിലെ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് വളർച്ച കണക്കാക്കുന്നത്. ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ഒരുപാട് ഉൽപ്പാദിപ്പിച്ചു, അത് വിറ്റുപോയി, ഒരുപാട് പൈസ കിട്ടി, വളർച്ച ഉണ്ടായി. ഇനി ഒട്ടും ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതുകൊണ്ട് വിൽക്കാനില്ല, അപ്പം വരുമാനം കിട്ടുന്നില്ല, വളർച്ചയില്ല. പിടികിട്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വളർച്ച കണക്കാക്കുന്നത്. നോക്കിയടാ, കാർഷിക, വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ്, ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ മെച്ചപ്പെടുക, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജോൽപാദനം, കയറ്റുമതി മുതലായവയിലുള്ള വർധനവ് തുടങ്ങിയവയെല്ലാം ഇവയിൽ ഉൾപ്പെടും. പിടികിട്ടും? അപ്പൊ വളർച്ച എന്ന് പറയുമ്പോൾ കാർഷിക, വ്യാവസായിക, സേവന മേഖലയിലെ ഉൽപാദന വർധനവ് മാത്രമല്ല, ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ സൗകര്യങ്ങൾ, ആശുപത്രി, അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളുടെ മെച്ചപ്പെടൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഊർജ്ജ ഉൽപാദനം, കയറ്റുമതി മുതലായ എല്ലാ കാര്യങ്ങളിലും എന്ത് വേണം? ഉൽപാദന വർധനവും വളർച്ചയും കാര്യങ്ങളും ഒക്കെ വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ മേഖലയിലും വളർച്ച വേണം. പിടികിട്ടോ? രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായമായത് കൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിട്ടുള്ളത്. ഈ വളർച്ച എന്ന് പറയുന്നത് ആസൂത്രണം എന്നല്ല, ഏതൊരു കാര്യത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് വളർച്ച എന്നറിയപ്പെടുന്നത്. രാജ്യത്തിന് പുരോഗതി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ വളർച്ച അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വളർച്ചയെ ആസൂത്രണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി കണക്കാക്കുന്നത്. അപ്പൊ ഒരു ലക്ഷ്യം നമ്മൾ പഠിച്ചു, വളർച്ച. അടുത്ത പഠിക്കാൻ പോകുന്നത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. പേരിൽ തന്നെയുണ്ട്, ആധുനികവൽക്കരണം. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുക. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറുക. കാലം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിയേ പറ്റൂ. പിടികിട്ടുവേ? നോക്കി, യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപാദന വർധനവിനും മനുഷ്യ പ്രയത്നത്തിന്റെ ലഘൂകരണത്തിനും കാരണമായി. പുതിയ ടെക്നോളജിയും യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാം മെഷീൻ തന്നെ ചെയ്തോളും. മനുഷ്യന്മാര് മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളുടെ ഇതൊക്കെ കുറഞ്ഞു വന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഏതൊരു കാര്യങ്ങളും കൂടുതലും എല്ലാം യന്ത്രങ്ങളാണ് ചെയ്യുന്നത്. മനുഷ്യൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്നത് യന്ത്രങ്ങളാണ്. അപ്പൊ നമ്മൾ മാനുവലി ചെയ്യേണ്ട പല കാര്യങ്ങളുടെയും ഇത് കുറഞ്ഞു വരികയും ഇപ്പൊ കൂടുതലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചത് ഉൽപാദന വർധനവിനും, ഉൽപാദനത്തിൽ വർധന ഉണ്ടായി. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ടെക്നോളജിയും പുതിയ യന്ത്രങ്ങളൊക്കെ വന്നപ്പോൾ ഉൽപാദനത്തിൽ വർധന ഉണ്ടായി. അതുപോലെ മനുഷ്യ പ്രയത്നത്തിന്റെ ലഘൂകരണം. കണ്ട, മനുഷ്യ പ്രയത്നത്തിൽ അത്രത്തോളം പ്രയത്നിക്കേണ്ട കാര്യമില്ല. കാര്യം മനുഷ്യന്റെ പ്രയത്നം കുറച്ചിട്ട് പകരം യന്ത്രങ്ങളും പുതിയ ടെക്നോളജിയും മെഷീൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയത്നിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. മനുഷ്യൻ കുറച്ച് പ്രയത്നിച്ചാൽ മതി, ബാക്കി യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പ്രയത്നിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് എത്തി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം. കണ്ട, പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം. പിടികിട്ടുവേ? നോക്കി, ആധുനികവൽക്കരണം നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തൽ മാത്രമല്ല, അത് മാത്രമാണ് വിചാരിച്ചളയത്. പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതും പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നതും പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതും എല്ലാം ആധുനികവൽക്കരണമാണ്. എന്നാൽ അത് മാത്രമാണ് ആധുനികവൽക്കരണം എന്ന് വിചാരിച്ച് കളയരുത്. നോക്കിയേ, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ് ആധുനികവൽക്കരണം. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം, അതാണ് നമ്മുടെ ഈ കാലം മാറുന്നതിനനുസരിച്ച് സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും മാറ്റം കൊണ്ടുവരണം. അതിലെപ്പോഴും നമ്മൾ എടുത്തു പറയുന്ന ഒരുപാടാണ് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത്. പണ്ട് സ്ത്രീകൾ എത്രത്തോളമാണ് ജോലി ചെയ്തിരുന്നതും ഇപ്പോൾ സ്ത്രീകൾ എത്രത്തോളം ജോലി ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാകണം. സമൂഹത്തിന്റെ മൊത്തം കാഴ്ചപ്പാടുകൾ മാറണം. അതും എന്താണ്? ആധുനികവൽക്കരണമാണ്. അല്ലാതെ പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നതോ പുതിയ ആശയങ്ങൾ വരുന്നതോ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതോ മാത്രമല്ല ആധുനികവൽക്കരണം. അതും ആധുനികവൽക്കരണമാണെങ്കിലും അതിനോടൊപ്പം തന്നെ സമൂഹത്തിലെ കാഴ്ചപ്പാടുകളൊക്കെ മാറണം. നോക്കി, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, അതുപോലെ സാമൂഹ്യ സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ,
ഇതെല്ലാം ആധുനികവൽക്കരണത്തിൽ വരുന്നതാണ്. നോക്കിയേ, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, കണ്ട, സ്ത്രീ ശാക്തീകരണം. ഇപ്പൊ പണ്ടത്തെ പോലെയാണോ? പണ്ട് സ്ത്രീകളൊന്നും നമുക്കറിയാം വീടിന് പുറത്തുപോലും ഇറങ്ങത്തില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല, മാറി. സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ മാറി തുടങ്ങി. സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, അതുപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ആശയങ്ങൾ, നോക്കി സാമൂഹ്യ സുരക്ഷിതത്വം, പുതിയ സാമൂഹിക മാറ്റങ്ങൾ, ഇതെല്ലാം ആധുനികവൽക്കരണമാണ്, മോഡേണൈസേഷൻ ആണ്. അല്ലാതെ പുതിയ ടെക്നോളജിയും പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ആശയങ്ങളും മാത്രമല്ല ആധുനികവൽക്കരണം. അപ്പൊ ശ്രദ്ധിക്കുക, ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഒരു മാറ്റമാണ്, ഒരു ടോട്ടൽ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് ആധുനികവൽക്കരണം കൊണ്ട്. പുതിയ ടെക്നോളജി, പുതിയ കണ്ടുപിടുത്തം, പുതിയ ആശയങ്ങൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ, സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, പുതിയ പുതിയ ആശയങ്ങൾ, സാമൂഹിക സുരക്ഷിതത്വം, ഇതെല്ലാം എന്ത് തന്നെയാണ്? ആധുനികവൽക്കരണം തന്നെയാണ്. ഓർത്തോളുക. ഓക്കെ ആണേ. അടുത്ത പഠിക്കാൻ പോകുന്ന സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം. അതായത് ഒരു കാര്യത്തിനും വേറെ ആരെ ആശ്രയിക്കേണ്ടി വരരുത്, അത്രേ ഉള്ളൂ. നമ്മളെല്ലാം നമ്മുടേതായ രീതിയിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക, മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. ഭക്ഷ്യോൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുക, സെൽഫ് റിലയൻസ് കൈവരിക്കാൻ ശ്രമിക്കുക. എല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുക, അത് നമുക്ക് വേണ്ടി മാക്സിമം പ്രയോജനപ്പെടുത്തുക. വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വരരുത്. അതാണ് സ്വാശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കി, ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുകയുമാണ് സ്വാശ്രയം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കണ്ടാ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുക. അത് കാർഷിക മേഖലയായാലും ശരി, വ്യാവസായിക മേഖലയായാലും ശരി, സേവന മേഖലയായാലും ശരി, പുതിയ കണ്ടുപിടുത്തങ്ങൾ IT മേഖലയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ടുപിടിക്കുക. നമ്മൾ സ്വയം ഇവിടെ നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. പുതിയ പുതിയ സോഫ്റ്റ്വെയർസ് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ഏത് മേഖലയായാലും, ഇപ്പൊ കാർഷിക മേഖലയായാലും ശരി, വ്യാവസായിക മേഖലയായാലും ശരി, സേവന മേഖലയായാലും ശരി, കൃഷി സംബന്ധമായ കാര്യങ്ങളായാലും ശരി, വ്യവസായമായാലും ശരി, സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായാലും ശരി, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളായാലും ശരി, IT മേഖലയായാലും ശരി, എന്തായാലും ശരി, നമ്മൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഉള്ള റിസോഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഓരോ കാര്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് ഇല്ലാതാക്കുക. അതൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഏതിന്റെ? ആസൂത്രണത്തിന്റെ. ഓക്കെ, അടിസ്ഥാന വ്യവസായങ്ങൾ, ഊർജ്ജ ഉൽപാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായമാകും. അപ്പൊ അടിസ്ഥാന വ്യവസായങ്ങൾ, ബേസിക് ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ്, അടിസ്ഥാന വ്യവസായങ്ങൾ, അതുപോലെ ഊർജ്ജ ഉൽപാദനം, കാരണം എനർജി ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് എനർജി എന്ന് പറയുന്നത്. എനർജി, ഊർജ്ജ ഉൽപാദനം, ഇവയിലൊക്കെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാവും. അടുത്തത് തുല്യത. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തുല്യത എന്ന് പറയുന്നത്. നോക്കിയടാ, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യക്ഷേമം തുടങ്ങിയവ നിറവേറ്റുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യതയുടെ ലക്ഷ്യം. ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അറിയാം. എല്ലാവർക്കും ആഹാരം കിട്ടണം, എല്ലാവർക്കും സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റണം, എല്ലാവർക്കും എല്ലാ ബേസിക് ആവശ്യങ്ങളും നിറവേറ്റണം, എല്ലാവർക്കും വസ്ത്രം വേണം, പാർപ്പിടം വേണം, ഭക്ഷണം വേണം, ആരോഗ്യം വേണം, അതെല്ലാവർക്കും കിട്ടണം. എങ്കിൽ മാത്രമേ തുല്യത ഉണ്ടാവൂ. കുറെ ആൾക്കാർ പട്ടിണിയാണ്, കുറെ ആൾക്കാർ ആവശ്യം പോലെ ഫുഡ് കഴിക്കുന്നുണ്ട്. തുല്യതയാണോ? ഒരിക്കലും അല്ല. കുറെ ആൾക്കാർക്ക് കിടക്കാൻ വീടുണ്ട്, കുറെ ആൾക്കാർ തെരുവിലാണ് കിടക്കുന്നത്. തുല്യതയാണോ? ഒരിക്കലും അല്ല. കുറെ ആൾക്കാർക്ക് വസ്ത്രമുണ്ട്, കുറെ ആൾക്കാർക്ക് വസ്ത്രമില്ല. തുല്യതയാണോ? അല്ല. വസ്ത്രമായാലും ശരി, പാർപ്പിടമായാലും ശരി, ഭക്ഷണമായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി, അത് എല്ലാവർക്കും വേണം. എങ്കിൽ മാത്രമേ തുല്യത ഉണ്ടാവത്തുള്ളൂ. പിടികിട്ടു? നോക്കി, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം, വിദ്യാഭ്യാസം വേണം. സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ടെങ്കിൽ തുല്യതയാണോ? ഒരിക്കലും അല്ല. എല്ലാവർക്കും സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടാൻ കഴിയണം. അതുപോലെ കുടിവെള്ളം, ഇപ്പോഴും കുടിവെള്ളം എത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. കുറെ ആൾക്കാർക്ക് ആവശ്യം പോലെ വെള്ളം, നമ്മളൊക്കെ വെള്ളം ചിലപ്പോൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് കളയാറുണ്ട്. അപ്പോഴാണ് കുടിക്കാൻ ഒരു നുള്ള വെള്ളം കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ കുടിവെള്ളമൊക്കെ എല്ലാവർക്കും കിട്ടണം. അതുപോലെ ആരോഗ്യ സുരക്ഷ, ആരോഗ്യ രക്ഷ, അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റണം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കിലോമീറ്ററുകളോളം നടക്കുന്ന സ്ഥലമുണ്ട് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത്. ഒരു ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിക്കുന്നത് കൊണ്ട് മരണപ്പെടുന്ന എത്രയെങ്കിലും ആൾക്കാരുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കിട്ടിയാൽ മാത്രമേ തുല്യത ഉണ്ടാകത്തുള്ളൂ. കുറെ ആൾക്കാർ കിട്ടുന്നുണ്ട്, കുറെ ആൾക്കാർ കിട്ടുന്നില്ല. ചില ആൾക്കാർ ഏറ്റവും കൂടിയ ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ പനി വന്നാൽ ചികിത്സിക്കാൻ പോകണമെങ്കിൽ കിലോമീറ്റേഴ്സ് നടന്നുകൊണ്ട് പോകണം. ആശുപത്രി ഇല്ല അടുത്തൊന്നും. അങ്ങനത്തെ ഒരു രാജ്യമാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, തുല്യത എന്ന് പറയുന്ന സാധനം നിറവേറണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ വേണം. എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും പാർപ്പിടം വേണം, എല്ലാവർക്കും കുടിവെള്ളം വേണം, എല്ലാവർക്കും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, എല്ലാവർക്കും കുടിവെള്ളം വേണം, വസ്ത്രം, പാർപ്പിടം, ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയാൽ മാത്രമേ തുല്യത ഉണ്ടാവത്തുള്ളൂ. തുല്യത ഉണ്ടായാൽ മാത്രമേ രാജ്യം വികസിക്കൂ. തുല്യത ഉണ്ടായാൽ മാത്രമേ രാജ്യം വികസിക്കൂ. അതുകൊണ്ടാണ് തുല്യതയെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. നോക്കിയടാ,
വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യം, വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, ഇതൊക്കെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തോന്ന് വേണം? തുല്യത വേണം. തുല്യത ഇല്ലാതെ എന്തെങ്കിലും കാര്യം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഈ ആശുപത്രി കൊണ്ടുവന്നത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഒരു ആശുപത്രി കൊണ്ടുവരുന്നതോ ഒരു സ്കൂൾ കൊണ്ടുവരുന്നതോ ഒക്കെ എല്ലാവർക്കും വേണ്ടിയാണ്. അവിടെ എല്ലാവർക്കും പഠിക്കാൻ പറ്റണം. അതായത് കുറച്ച് പേർക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നാണ്, വേറെ ആരും ഇങ്ങോട്ട് വരരുത്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും. ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയാൽ മാത്രമേ തുല്യത വരത്തുള്ളൂ. എന്ത് കൊണ്ടുവന്നാലും നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് തുല്യത കൈവരിച്ചു എന്ന് പറയാൻ പറ്റും. പിടികിട്ടേ? അപ്പൊ ഈ 4 കാര്യമാണ് ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് അവർ പറയുന്നത്. ശ്രദ്ധിക്കുക, പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിച്ചാൽ ഇത് 4 തന്നെയാണ്. ഏതൊക്കെയാണ്? വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം, തുല്യത. വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം, തുല്യത ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ച സാധനമാണ്. പഠിച്ചോളുക. പിടികിട്ടേ? ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഈ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. 1931 INC കറാച്ചി സമ്മേളനം തൊട്ട് ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. പിന്നെ വിശ്വേശ്വരയുടെ പ്ലാൻഡ് ഇക്കോണമി ഓഫ് ഇന്ത്യ പുസ്തകം ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം 38 ഒരു ദേശീയ ആസൂത്രണ സമിതി, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. പിന്നീട് ഒരുപാട് ബോംബെ പ്ലാൻ എന്നും ജനകീയ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്ലാനുകൾ വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വന്ന് നമ്മൾ ആസൂത്രണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്തൊക്കെയാണ് എന്ന രീതിയിലേക്ക് എത്തി. ആസൂത്രണം കൊണ്ട് ലക്ഷ്യമാക്കുന്ന 4 കാര്യങ്ങൾ: തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇത് 4മാണ് നമ്മൾ ആസൂത്രണം കൊണ്ട് കൈവരിക്കേണ്ടത്. ആസൂത്രണം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് 4മാണ്. അപ്പൊ ഇത് 4ഉം കൈവരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 4ഉം കൈവരിക്കണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പൊ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ പ്ലാൻ തയ്യാറാക്കാൻ ഒരു ഓർഗനൈസേഷൻ വേണം. അങ്ങനെയാണ് ഇന്ത്യയിൽ 1950 ആസൂത്രണ കമ്മീഷനിലേക്ക് എത്തുന്നത്. തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേണം. ആ ഓർഗനൈസേഷൻ അങ്ങനെ രൂപീകരിച്ചു 1950. അതാണ് പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ. നോക്കിയേ, തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കാനാണ്, പ്ലാൻ തയ്യാറാക്കാനാണ് 1950 മാർച്ച് 15 കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷൻ രൂപം നൽകിയത്. പിടികിട്ടോ? അപ്പൊ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. എന്തിനു വേണ്ടി? പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി പ്ലാൻ തയ്യാറാക്കുന്നു? തുല്യത കൈവരിക്കണം, സ്വാശ്രയത്വം വേണം, ആധുനികവൽക്കരണം വേണം, അതുപോലെ വളർച്ച കൈവരിക്കണം. ഇതിനു വേണ്ടി എന്ത് തയ്യാറാക്കുക? പ്ലാൻ തയ്യാറാക്കുക. ആ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി ആര് വന്നു? ആസൂത്രണ കമ്മീഷൻ വന്നു. എന്ന് വന്നു? 1950 മാർച്ച് 15 വന്നു. അപ്പോ 31 കറാച്ചി സമ്മേളനം മുതൽ 1950 പ്ലാനിംഗ് കമ്മീഷൻ വരെ എത്തിയ കാര്യം നമ്മൾ പഠിച്ചു. ഞാൻ വീണ്ടും പറയുകയാണ്, 8ാം ക്ലാസ്സിലെ SCERT പാഠഭാഗമായ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ വരും. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ. അങ്ങനെ പ്ലാനിംഗ് കമ്മീഷൻ ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി. ഇന്ത്യയിൽ 12 പ്ലാനുകൾ അവർ തയ്യാറാക്കി. ആ പ്ലാൻ അറിയപ്പെടുന്ന പേരാണ് പഞ്ചവത്സര പദ്ധതികൾ, 5-year പ്ലാൻ. അങ്ങനെ 12 5-year പ്ലാൻ, 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. പഞ്ചവത്സര പദ്ധതികൾ നമ്മൾ പിന്നീട് ഒരു സെഷനായിട്ട് പഠിക്കും. അതും കൂടെ ഈ സെഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ സെഷനായി പോകും, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ 5-year പ്ലാൻ എന്നുള്ളത് നിങ്ങളുടെ സിലബസിൽ എടുത്തു കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ഒരു സെഷനായിട്ട് പഠിക്കും. ഇപ്പൊ നമ്മൾ ആസൂത്രണ കമ്മീഷനെ കുറിച്ചും അതിനുശേഷം വന്ന നീതി ആയോഗിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. പഞ്ചവത്സര പദ്ധതികൾ എടുത്ത് പഠിക്കും അടുത്ത വേറൊരു സെഷനിൽ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 രൂപീകരിച്ചതിന് ശേഷം അവർ പ്ലാൻ തയ്യാറാക്കാൻ തുടങ്ങി. ആ തയ്യാറാക്കിയ പ്ലാനെ വിളിച്ച പേരാണ് 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതികൾ. ആ പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 2017 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് 12 5-year പ്ലാൻ നടപ്പിലാക്കി. 12 5-year പ്ലാൻ നടപ്പിലാക്കി. ഇതിനിടയ്ക്ക് 2014 ആയപ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കുന്നു ആസൂത്രണ കമ്മീഷൻ ഇനി വേണ്ട. 1950 മാർച്ച് 15 രൂപീകരിച്ച ആസൂത്രണ കമ്മീഷൻ ഇനി വേണ്ട. അതിനെ പിരിച്ചുവിട്ടിട്ട് നമുക്ക് പകരം മറ്റൊരു സ്ഥാപനം കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷനെ 2014 ഓഗസ്റ്റ് മാസത്തിൽ പിരിച്ചുവിടുകയും അതിന് പകരം മറ്റൊരു സ്ഥാപനം വരുന്നു. ആ സ്ഥാപനത്തിന്റെ പേരാണ് നീതി
നീതി ആയോഗ്. എന്തോന്ന്? നീതി ആയോഗ്. ശ്രദ്ധിക്കുക, നോക്കിയേ. പ്രധാനമന്ത്രി അധ്യക്ഷനും ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. പ്രധാനമന്ത്രിയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. പ്രധാനമന്ത്രിയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ. പ്രധാനമന്ത്രിയായിരുന്നു അധ്യക്ഷൻ, മറന്നു വരുന്നത് ചോദിക്കും. പിന്നെ ഒരു മുഴുവൻ സമയ ഉപാധ്യക്ഷൻ ഉണ്ടായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ചേരുന്ന സമിതിയായിരുന്നു ആസൂത്രണ കമ്മീഷൻ. സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയിലാണ് ഇന്ത്യ ഇത് സ്വീകരിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്കും അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി നടപ്പാക്കാനാണ് ആസൂത്രണ കമ്മീഷൻ തീരുമാനിച്ചത്. കുറെ ജസ്റ്റ് ഫാക്ടുകൾ മാത്രമാണ്. പഞ്ചവത്സര പദ്ധതികളായാണ് ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്തത്. കണ്ട, ആസൂത്രണ കമ്മീഷൻ പ്ലാൻ തയ്യാറാക്കിയത് എങ്ങനെയായിരുന്നു? പഞ്ചവത്സര പദ്ധതികളായിട്ട്, 5 ഇയർ പ്ലാൻ ആയിട്ട്. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക. ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത് അത് കൈവരിക്കുക. കാർഷിക മേഖലയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് 5 വർഷത്തേക്ക് ഒരു പ്ലാൻ തയ്യാറാക്കി അത് കൈവരിക്കുക. അടുത്ത വേറെ ഏതെങ്കിലും മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കി 5 വർഷം കൊണ്ട് അത് കൈവരിക്കുക. ഇതായിരുന്നു 5 ഇയർ പ്ലാൻ. പിടികിട്ടേ? അപ്പോ ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് 5 വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഉദ്ദേശം. പിടികിട്ടേ? അങ്ങനെ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുകയും 2017 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ഒരു 12 പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയ്ക്ക് 2014 കേന്ദ്ര ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. അതിന് പകരമാണ് അവർ നീതി ആയോഗ് കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. നോക്കിയേ, കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. അപ്പൊ 2014 ഓഗസ്റ്റിൽ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. പകരം എന്ത് കൊണ്ടുവന്നു? നീതി ആയോഗ് എന്ന സംവിധാനം കൊണ്ടുവന്നു. എന്നാണ് കൊണ്ടുവന്നത്? 2015 ജനുവരി 1-ന്. 2015 ജനുവരി 1-ന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ഘടന ഇപ്രകാരമാണ്. എപ്രകാരം? നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 2015 ജനുവരി 1-ന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ഘടന എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാണ്, 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ വന്നു. അവരാണ് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. 2017 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് 12 5 ഇയർ പ്ലാൻ അവർ നടപ്പിലാക്കി. എന്നാൽ 2014 ഈ ആസൂത്രണ കമ്മീഷനെ പിരിച്ചുവിടുകയും പകരം കേന്ദ്ര ഗവൺമെന്റ് നീതി ആയോഗ് എന്ന സംവിധാനം കൊണ്ടുവരികയും ചെയ്തു. ആ നീതി ആയോഗിന്റെ ഘടന ഇപ്രകാരമാണ്. അതാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. നീതി ആയോഗിന്റെ ഘടന നോക്കാം. ചെയർപേഴ്സൺ ആരാണ്? ആസൂത്രണ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരായിരുന്നു? പഠിച്ചതേ ഉള്ളൂ. പ്രധാനമന്ത്രിയായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ചെയർപേഴ്സൺ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു. പിന്നെ നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. ആദ്യത്തതും ഇപ്പോഴത്തതും നരേന്ദ്രമോദി തന്നെയാണ്. അപ്പം നീതി ആയോഗിന്റെ ചെയർപേഴ്സൺ പ്രധാനമന്ത്രി, ആദ്യത്തതും ഇപ്പോഴത്തതും നരേന്ദ്രമോദി. അതിനുശേഷം ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ട് നീതി ആയോഗിൽ. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ പ്ലസ് ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്ലസ് മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികൾ. ഇവിടെ ജമ്മു കാശ്മീർ ഞാൻ പറയുന്നില്ല, കാര്യം ജമ്മു കാശ്മീരിൽ നിലവിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജമ്മു കാശ്മീർ എന്ന കേന്ദ്രഭരണ പ്രദേശത്തിൽ ഇപ്പോൾ നിലവിലത്തെ അധികാരി ആരാണോ അവര്. മുഖ്യമന്ത്രി വരികയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹമായിരിക്കാം, അത് ഞാൻ പറയുന്നില്ല. എന്തായാലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളെന്ന് പഠിച്ചു വെച്ചോളുക. മുഖ്യമന്ത്രി ആണെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ മറ്റ് അഡ്മിനിസ്ട്രേറ്ററോ ലെഫ്റ്റനന്റ് ഗവർണറോ ആണെങ്കിൽ അവർ. ഓക്കെ, അപ്പൊ ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെയുണ്ട്? എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉണ്ട്. നിലവിൽ ഡൽഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളും ഉണ്ട്. ഇതാണ് ഗവേണിംഗ് കൗൺസിൽ. അത് കഴിഞ്ഞ് മറ്റൊരു സംഭവമാണ് പ്രത്യേക ക്ഷണിതാക്കൾ. ഗവേണിംഗ് കൗൺസിൽ കഴിഞ്ഞ ശേഷം വരുന്ന ഒരു പാർട്ടാണ് പ്രത്യേക ക്ഷണിതാക്കൾ. അത് വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രിമാരാണ് നിലവിൽ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വരുന്നത് കേട്ടോ. വിവിധ മേഖലയിൽ അറിവുള്ള വ്യക്തികൾ, വിദഗ്ധർ, പ്രധാനമായിട്ടും യൂണിയൻ മിനിസ്റ്റേഴ്സ് ആണ് അങ്ങനെ വരുന്നത്. ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് സ്ട്രക്ചർ പ്രകാരം 11ഓളം കേന്ദ്രമന്ത്രിമാരെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനു മുന്നേ 5 പേരായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ സ്ട്രക്ചർ പ്രകാരം 11ഓളം കേന്ദ്രമന്ത്രിമാരെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വിളിച്ചിട്ടുണ്ട്. ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രത്യേക ക്ഷണിതാക്കളെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രത്യേക ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞാൽ വിവിധ മേഖലയിൽ പരിജ്ഞാനമുള്ള വിദഗ്ധരാണ് വരുന്നത്. നിലവിൽ ഒരു 11ഓളം കേന്ദ്രമന്ത്രിമാരാണ് നിലവിലുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് സ്ട്രക്ചറിൽ 11 പേരാണ് വരുന്നത്. അവരെ നോമിനേറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. പിടികിട്ടേ? അപ്പൊ 3 പാർട്ട് പഠിച്ചു. ആദ്യം ചെയർപേഴ്സൺ, പിന്നെ ഗവേണിംഗ് കൗൺസിൽ, പിന്നെ പ്രത്യേക ക്ഷണിതാക്കൾ. അടുത്ത പഠിക്കാൻ പോകുന്നത് പ്രാദേശിക കൗൺസിൽ. രാജ്യത്തിനകത്തുള്ള ഏതെങ്കിലും പ്രദേശങ്ങൾ തമ്മിലോ ഏതെങ്കിലും ഏരിയ തമ്മിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ച കൗൺസിലാണ് പ്രാദേശിക കൗൺസിൽ. അത്രേ ഉള്ളൂ. ഏതെങ്കിലും പ്രദേശങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ച കൗൺസിലാണ് പ്രാദേശിക കൗൺസിൽ. നോക്കി, ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന നിർദ്ദിഷ്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഇവ രൂപീകരിച്ചത്. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളും ഉൾപ്പെടുന്നു പ്രാദേശിക കൗൺസിൽ. ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെങ്കിലോ ഏതെങ്കിലും പ്രദേശങ്ങൾ തമ്മിലോ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലോ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിലോ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് പ്രാദേശിക കൗൺസിൽ. 4ാമത്തെ പാർട്ട്. 5ാമത്തെ പാർട്ടാണ്
ഏറ്റവും ഇമ്പോർട്ടന്റ് PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയാണ് ഉപാധ്യക്ഷൻ. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരപ്പോയിന്റ് ചെയ്യുന്നു? പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നു. നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ഇപ്പോഴാരാണ്? സുമൻ കെ ബറിയാണ്. ഇത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തേതാര്? അരവിന്ദ് പനഗരിയ, അതും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ വൈസ് ചെയർപേഴ്സൺ ആര്? ഇപ്പോൾ സുമൻ കെ ബറി. ആദ്യത്തെ അരവിന്ദ് പനഗരിയ, മാറിപ്പോയത് സുമൻ കെ ബറി, അരവിന്ദ് പനഗരിയ. അപ്പോയിന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി. അവരുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്ക് ആയിരിക്കും കേട്ടോ. ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്ക് ആണ് വരുന്നത്. അത് കഴിഞ്ഞു അടുത്ത വരുന്നത് സ്ഥിര അംഗങ്ങൾ. ഒരു പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് 4 പേര്. 4 പേരുടെ പേരും പഠിച്ചു വെക്കുക. VK സരസ്വത്, VK പോൾ, രമേശ് ചന്ദ്, അരവിന്ദ് വീർമണി. VK സരസ്വത്, VK പോൾ, രമേശ് ചന്ദ്, അരവിന്ദ് വീർമണി. ഇവർ 4 പേരുമാണ് സ്ഥിര അംഗങ്ങളായിട്ട് വരുന്ന 4 പേര്. സ്ഥിര അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആര് കാണും? താൽക്കാലിക അംഗങ്ങൾ കാണും, പാർട്ട് ടൈം മെമ്പേഴ്സ്. സ്ഥിര അംഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ആര് കാണും? താൽക്കാലിക അംഗങ്ങൾ, പാർട്ട് ടൈം മെമ്പേഴ്സ് കാണും. അത് മാക്സിമം 2 പേരാണ്. പക്ഷേ അത് പേര് പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം ഓരോ മീറ്റിംഗ് വിളിക്കുമ്പോഴും ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലെയും സർവകലാശാലകളിലെയും ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളിലെയും അധ്യാപകരെയാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പേര് പഠിച്ചു വെക്കാൻ പറ്റില്ല. ഓരോ തവണ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ ഗവേഷണ സ്ഥാപനങ്ങളിലെയും സർവകലാശാലകളിലേക്ക് അധ്യാപകരെയും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പേര് പഠിച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ 2 പേരാണ് വിളിക്കുന്നത്. മാക്സിമം 2 പേര്, അപ്പുറം വിളിക്കത്തില്ല. മാക്സിമം 2 പേർ. അപ്പൊ താൽക്കാലിക അംഗങ്ങൾ മാക്സിമം എത്ര പേരാണ്? 2 പേരാണ്. അത് കഴിഞ്ഞു അടുത്ത അനൗദ്യോഗിക അംഗങ്ങൾ. സ്ഥിര അംഗങ്ങൾ, താൽക്കാലിക അംഗങ്ങൾ, അടുത്തത് അനൗദ്യോഗിക അംഗങ്ങൾ. അത് 4 പേരാണ് വരുന്നത്. അനൗദ്യോഗിക അംഗങ്ങൾ 4 പേര് ആരാണെന്ന് ചോദിച്ചാൽ അതും 4 കേന്ദ്രമന്ത്രിമാരാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്ന 4 പേര്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പ്രധാനമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന 4 പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഒന്ന് അമിത്ഷാ, നിർമ്മല സീതാരാമൻ, രാജ്നാഥ് സിംഗ്, നിലവിൽ ശിവരാജ് സിംഗ് ചൗഹാൻ കൂടിയുണ്ട്. ഇവർ 4 പേരും പ്രധാനമന്ത്രിയായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന 4 പേര്. അമിത്ഷാ ആഭ്യന്തരമന്ത്രി, രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി, നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി, അതുപോലെ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി മന്ത്രി. ഇവർ 4 പേരുമാണ് അനൗദ്യോഗിക അംഗങ്ങൾ. പിടികിട്ടി. അപ്പൊ 4 പേരാണെന്ന് പിടികിട്ടി. 4 പേരുടെ പേരും പഠിച്ചു. പ്രധാനമന്ത്രിയായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ അനൗദ്യോഗിക അംഗങ്ങൾ. അത് കഴിഞ്ഞു അടുത്തത് CEO. വളരെ ഇമ്പോർട്ടന്റ്. CEO. ഉപാധ്യക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് CEO ആണ്. നിലവിലത്തെ CEO BVR സുബ്രഹ്മണ്യം. CEO BVR അങ്ങനെ പഠിച്ചു വയ്ക്കുക. CEO BVR സുബ്രഹ്മണ്യം. ആദ്യത്തെ ആരായിരുന്നു ചോദിച്ചാൽ സിന്ധുശ്രീ ഖുള്ളർ ആയിരുന്നു. ഇവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ് കേട്ടോ. പ്രധാനമന്ത്രിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അവരുടെ റാങ്ക് ചോദിച്ചാൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി റാങ്ക് ആണ് വരുന്നത് അവർക്ക്. ഓക്കെ, CEO ഇമ്പോർട്ടന്റ് ആണ്. CEO ഇപ്പോഴത്തെ ആരാണ്? CEO BVR സുബ്രഹ്മണ്യം. ആദ്യത്തെ ആരായിരുന്നു? സിന്ധുശ്രീ ഖുള്ളർ. അത് കഴിഞ്ഞിട്ട് നീതി ആയോഗിന്റെ ഡെയിലി ഭരണത്തിന് വേണ്ടി ഒരു സെക്രട്ടേറിയറ്റും ഉണ്ട്. ഇത്രയുമാണ് നീതി ആയോഗിന്റെ ഘടന എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഘടന ഒന്നും കൂടെ ഓടിച്ച് പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ചെയർപേഴ്സൺ, പേര് നമുക്കറിയാം. ആദ്യത്തതും ഇപ്പോഴത്തെ നരേന്ദ്രമോദി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്. ഗവേണിംഗ് കൗൺസിൽ മുഖ്യമന്ത്രിമാരുണ്ട്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അധികാരികളുണ്ട്. അതാണ് ഗവേണിംഗ് കൗൺസിൽ. അത് കഴിഞ്ഞ് പ്രത്യേക ക്ഷണിതാക്കളുണ്ട്. വിവിധ മേഖലയിൽ പരിജ്ഞാനമുള്ള ആൾക്കാരാണ് വരുന്നത്. നിലവിൽ ഒരു 11ഓളം കേന്ദ്രമന്ത്രിമാരാണ് പ്രത്യേക ക്ഷണിതാക്കളായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പ്രാദേശിക കൗൺസിലുണ്ട്. ഒന്നിലധികം സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ പ്രദേശങ്ങളോ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി രൂപീകരിച്ചാണ് പ്രാദേശിക കൗൺസിൽ. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉപാധ്യക്ഷൻ, വൈസ് ചെയർപേഴ്സൺ. ഇപ്പോ സുമൻ കെ ബറി. ആദ്യത്തത് അരവിന്ദ് പനഗരിയ. വളരെ ഇമ്പോർട്ടന്റ്. ചോദിക്കും ഉറപ്പുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ 3 പാർട്ട് നമ്മൾ പഠിച്ചു. ആദ്യത്തെ 5 കഴിഞ്ഞ അടുത്ത 3 പാർട്ട് എന്തൊക്കെയായിരുന്നു? സ്ഥിര അംഗങ്ങൾ, താൽക്കാലിക അംഗങ്ങൾ, അനൗദ്യോഗിക അംഗങ്ങൾ. സ്ഥിര അംഗങ്ങൾ 4 പേരാണ്. VK സരസ്വത്, VK പോൾ, അരവിന്ദ് വീർമണി, രമേശ് ചന്ദ്. ആ പേര് എഴുതിയെടുത്ത് പഠിക്കുക. പ്രത്യേകിച്ച് കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ പേര് എഴുതിയെടുത്തങ്ങ് പഠിക്കുക. VK സരസ്വത്, രമേശ് ചന്ദ്, VK പോൾ, അരവിന്ദ് വീർമണി. എഴുതിയെടുത്ത് 4 പേരും പഠിച്ചു വയ്ക്കുക. 4 പേര് സ്ഥിര അംഗം ഉണ്ടെങ്കിൽ കൂടെ ആര് കാണും? താൽക്കാലിക അംഗങ്ങൾ. ആ പേര് പഠിച്ചു വയ്ക്കാൻ പറ്റൂല. അത് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. 2 പേരേ ഉള്ളൂ. അത് പഠിച്ചു കൊടുക്കുക. താൽക്കാലിക അംഗങ്ങൾ 2 പേരേ ഉള്ളൂ. ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണ സ്ഥാപനങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് അധ്യാപകരാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് വരുന്നത്. സ്ഥിരാംഗം കഴിഞ്ഞാൽ താൽക്കാലിക അംഗം കാണും. അതിന്റെ കൂടെ അനൗദ്യോഗിക അംഗങ്ങളുണ്ട്. എക്സ് ഒഫീഷ്യോ പ്രധാനമന്ത്രി അടുത്ത് നിൽക്കുന്ന 4 പേര്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, അതുപോലെ നിലവിൽ ശിവരാജ് സിംഗ് ചൗഹാനും ഉണ്ട്. ഇത് കഴിഞ്ഞ് 9ാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. CEO BVR സുബ്രഹ്മണ്യം. ഇപ്പോഴത്തത് ആദ്യത്തത് സിന്ധുശ്രീ ഖുള്ളർ. അത് കഴിഞ്ഞാൽ 10ാമതായിട്ട് ഒരു ഡെയിലി ഭരണത്തിന് വേണ്ടി ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഈ 10 ഭാഗങ്ങൾ അടങ്ങുന്നതാണ് നീതി ആയോഗിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ നീതി ആയോഗിന്റെ ഭരണ സംവിധാനം. ഇതിൽ
ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ ഉപാധ്യക്ഷനും സിഇഒ ആണ്. ഒന്നുകൂടെ പറയാം, ഉപാധ്യക്ഷൻ നിലവിൽ സുമൻ കേബറി, ആദിത്യ അരവിന്ദ് പനഗരിയ. സിഇഒ നിലവിൽ BVR സുബ്രഹ്മണ്യം, ആദിത്യ സിന്ധുശ്രീ ഖുള്ളർ. ഇത്രയും പഠിച്ചു വെക്കുക. ഓക്കെ ആണ്. നീതി ആയോഗിന്റെ കുറച്ച് ഫംഗ്ഷൻസ് SCRT പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ SCRT പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക മേഖലയിലൂടെ പുരോഗതിയിൽ എത്തിക്കുക ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പൊ വ്യാവസായിക മേഖലയിലും സേവന മേഖലയിലും ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ കുറയ്ക്കുക, ഗവൺമെന്റ് പങ്കാളിത്തം കുറയ്ക്കുക. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇന്ത്യയിൽ മധ്യവർഗമാണ് പ്രബലരായിട്ട് നിൽക്കുന്ന മധ്യവർഗമാണ്. ആ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ സഹായിക്കുക. സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായ വളർച്ച നേടാൻ സഹായിക്കുക. അതുപോലെ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. അപ്പൊ പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം, പ്രവാസി അറിയാലോ, പുറത്തുള്ള ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തികപരമായിട്ടും സാങ്കേതികപരമായിട്ടും വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയ പുതിയ ടെക്നോളജിയുടെ ഒക്കെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. നമ്മുടെ സിറ്റികളെ, നഗരങ്ങളെ സുരക്ഷിതമായിട്ടുള്ള ആവാസ കേന്ദ്രമാക്കി മാറ്റുക. അതുപോലെ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ലോകത്ത് സംഭവിക്കുന്ന ഗ്ലോബൽ മാറ്റങ്ങളുണ്ടല്ലോ, ആഗോള മാറ്റങ്ങൾ, പുതിയ പുതിയ മാർക്കറ്റ് ഡെവലപ്പ് ആവുന്നത്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ രാജ്യം അത് അഡോപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് പോകണം. അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുക. ലോകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വലിയ വലിയ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ബാധിക്കരുത്. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കരുത്. ഇപ്പൊ ഗ്ലോബലി ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ രാജ്യവും അതിനനുസരിച്ച് പോകാൻ തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ പോകാൻ പ്രാപ്തരായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ആഗോള മാറ്റങ്ങൾ, ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ, വിപണി ശക്തികളുടെ ഇടപെടലുകൾ, മാർക്കറ്റിലോട്ടൊക്കെ പുതിയ പുതിയ ആൾക്കാർ വരികയും ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, ബഹുരാഷ്ട്ര കമ്പനീസ് ഒക്കെ വന്നിട്ട് കമ്പോളത്തേക്ക് പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നേരിടാൻ നമ്മുടെ രാജ്യത്തെ പ്രാപ്തരാക്കുക എന്നുള്ളതും നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അപ്പൊ ഇത് നീതി ആയോഗിന്റെ SCRT പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് ലക്ഷ്യങ്ങളാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനിവിടെ പഠിപ്പിച്ചത് ആസൂത്രണ കമ്മീഷനും നീതി ആയോഗം മാത്രമാണ്. 5 ഇയർ പ്ലാൻ എന്ന ഭാഗം ടച്ച് ചെയ്തിട്ടേ ഇല്ല. 5 ഇയർ പ്ലാൻ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ കൂടി പഠിച്ചാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് പഞ്ചവത്സര പദ്ധതികൾ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് വേറൊരു സെഷനായിട്ട് ഇടുന്നതായിരിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയായ ആസൂത്രണ കമ്മീഷനും നീതി ആയോഗം എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അതും 8ാം ക്ലാസ്സിലെ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന പാഠഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. വേറെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ആ പാഠഭാഗം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ചർച്ച ചെയ്തത്. ഇനി ഇതിൽ വലിയ അപ്ഡേഷൻസ് എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ നൽകിയിരിക്കും. അപ്പൊ ഇത്രയും ഭാഗം നല്ലതുപോലെ പഠിക്കുക. ബാക്കി ടോപ്പിക്കായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം.